സിമ്പിൾ ഫീൽ ഗുഡ് മൂവീസാണ് നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ജോണർ. അങ്ങനെയാണെങ്കിൽ യു ആർ വാച്ചിങ് ദ റൈറ്റ് വീഡിയോ. ഞാൻ റീസെൻ്റ്ലി ഡിസ്കവർ ചെയ്ത അല്ലെങ്കിൽ റീസെൻ്റ്ലി ഞാൻ അറിഞ്ഞ ഒരു ഡയറക്ടറാണ് ആൻഡി ലോറൻസ് എന്ന് പറയുന്ന ഒരു ഇന്തോനേഷ്യൻ ഫിലിം മേക്കർ. അദ്ദേഹത്തിൻ്റെ 3 സിനിമകളാണ് ഞാൻ കണ്ടത്. ആ 3 സിനിമകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫോളിങ് ഇൻ ലവ് ലൈക്ക് മൂവി സിനിമ വാസ് റിലീസ്ഡ് ഇൻ 2023, ബ്രദർ ആൻഡ് 7 സിബ്ലിങ്സ് ദാറ്റ് മൂവി വാസ് റിലീസ്ഡ് ഇൻ 2024, സൊറേ എ വൈഫ് ഫ്രം ഫ്യൂച്ചർ ദാറ്റ് ഫിലിം വാസ് റിലീസ്ഡ് ഇൻ 2025. ഈ 3 സിനിമയും നമുക്ക് വളരെ ഒരു ഫീൽ ഗുഡ് വോംത്ത് തരുന്ന ഒരു സിനിമയാണ്. ഫോളിങ് ഇൻ ലവ് ലൈക്ക് മൂവീസ് എന്ന് പറയുന്നത് ഒരു സ്ട്രഗ്ലിങ് സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഒരു സ്റ്റോറിയാണ്. പുള്ളിയുടെ സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സിനിമ എടുക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന അപ്സ് ആൻഡ് ഡൗൺസാണ് ഈ ഒരു മൂവി. ഈവൻ ആ സിനിമയുടെ ഒരു കളർ ഗ്രേഡിങ് തന്നെ ആ സിനിമയുടെ വരുന്ന ക്യാരക്ടേഴ്സിൻ്റെ മൈൻഡുമായിട്ടും ആ സിനിമയുടെ ഒരു ടോട്ടൽ സീൻ ബിൽഡപ്പ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. രണ്ടാമത്തെ മൂവിയാണ് എ ബ്രദർ ആൻഡ് 7 സിബ്ലിങ്സ്. ഇത് നമുക്ക് ശരിക്കും ഭയങ്കര ഒരു ഇമ്മീഡിയറ്റ് കണക്ഷൻ, നമുക്ക് തിരിച്ച് നമ്മുടെ ഫാമിലിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സുമായിട്ടൊക്കെ ഒന്ന് റീകണക്ട് ചെയ്യാനോ ഒക്കെ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത തരുന്ന ഒരു മൂവിയാണ് എ ബ്രദർ ആൻഡ് 7 സിബ്ലിങ്സ് എന്ന് പറയുന്ന മൂവി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. അതിലിവർ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോകുമ്പോൾ ഒരു ടാറ്റ പറഞ്ഞ് പോകുന്ന ഒരു സീനുണ്ട്. ദാറ്റ്സ് ദ ബെസ്റ്റ്. നമുക്ക് ശരിക്കും അത് നമ്മുടെ എവിടെയൊക്കെയോ നമ്മളെ ഇത് ടച്ച് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് മൂവിയാണ് സൊറേ എ വൈഫ് ഫ്രം ഫ്യൂച്ചർ. ഇതൊരു ടൈം ലൂപ്പിൽ വരുന്ന ഒരു മൂവിയാണ്. പക്ഷേ അതിൻ്റെ ഒരു കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ അവരുടെ ഒരു ബോണ്ടും ലവും, ഈവൻ ദാറ്റ് കൈൻഡ് ഓഫ് ലവ് ക്യാൻ ബ്രേക്ക് അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ റീഡിസ്കവർ ദ ടൈം ആൻഡ് ടൈം സോൺസ് എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് എത്തുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരാം. ആ വിലയായിട്ട് ചിലപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരാൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും. അത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ടൈപ്പ് ഒരു സിനിമയാണ് ഈ മൂവി എ വൈഫ് ഫ്രം ഫ്യൂച്ചർ.